ഹലോ, ഞാൻ അൽഹസൻ. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിൽ പലരും വളരെയധികം ആകാംക്ഷയോടെ കാത്തിരുന്നിട്ടുള്ള വർക്കിംഗ് പ്രൊഫഷനുകൾക്ക് വേണ്ടിയിട്ടുള്ള പോളിടെക്നിക് ഡിപ്ലോമ പ്രവേശനം ആരംഭിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. മുമ്പ് ബിടെക്കിന് അഡ്മിഷന്റെ ആ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും. വർക്കിംഗ് പ്രൊഫഷണൽസിന് 3 വർഷം കൊണ്ട് ബിടെക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. അതായത് നേരിട്ട് 2ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യാം. എന്നാലോ അത് ഈവനിംഗ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യാം. സോ ഈ ഒരു രീതിയിൽ തന്നെ ഇപ്പോൾ പോളിടെക്നിക്കിലും അഡ്മിഷന് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഇതെന്ന് പറയുന്നത് ഏറ്റവും മികച്ച 100% മികച്ചിട്ടുള്ള ഒരു ചാൻസസ് ആണ് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. കാരണം വെറും 2 വർഷം കൊണ്ട് ഈവനിംഗ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പാർട്ട് ടൈം ആയിട്ട് ഈ ഒരു ഡിപ്ലോമ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. വർക്കിംഗ് പ്രൊഫഷണലുകൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും മികച്ച ഒരു അവസരമാണിത്. സാധാരണ നമുക്കറിയാം ലാറ്ററൽ എൻട്രി എന്ന് പറയുന്നത് റെഗുലർ ആയിരിക്കും. അപ്പോൾ 2ാം വർഷത്തിൽ നേരിട്ട് പ്രവേശനം നടക്കാം. 2 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അവിടെയുള്ള ക്വാളിഫിക്കേഷൻ 2 വർഷത്തെ ഐടിഐ പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ വിഎച്ച്എസ്സി അല്ലെങ്കിൽ +2 ഇവിടെയൊക്കെ സയൻസ് വിഷയങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ് ക്വാളിഫിക്കേഷൻ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, റെഗുലർ ആയിട്ട് 2 വർഷം കൊണ്ട് ഡിപ്ലോമ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു. ഇപ്പം ഇതേ രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഈവനിംഗ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഏറ്റവും മികച്ച അവസരമാണ്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നം, ഇത് എല്ലാ ജില്ലകളിലും ഇല്ല. വളരെ കുറഞ്ഞിട്ടുള്ള ജില്ലകളിൽ, വളരെ കുറച്ചിട്ടുള്ള കോളേജുകളിൽ പരിമിതമായിട്ടുള്ള സീറ്റുകൾ മാത്രമാണ് ഉള്ളത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേയധികം വെയിറ്റ് ചെയ്തു. പക്ഷേ വന്നപ്പോൾ നമ്മുടെ അടുത്തുള്ള കൊട്ടിയം പോളിടെക്നിക് കോളേജിലൊക്കെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഈവനിംഗ് ബാച്ച് ഉണ്ട്. പക്ഷേ മെക്കാനിക് ഉണ്ടായിരുന്നില്ല. അവിടെ ഇപ്പോൾ ഉള്ള സിവിൽ എഞ്ചിനീയറിംഗ് മാത്രമാണ്. സോ പിന്നെ ഉള്ളത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈവനിംഗ് പോയിട്ട് പിന്നെ തിരിച്ചു വരിക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. സോ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഒന്ന് നോക്കുക, ഏതാണ് നിങ്ങൾക്ക് പോയിട്ട് വരാൻ കഴിയുമോ എന്നുള്ളത് കൃത്യമായിട്ട് ഒരു ഐഡിയ വെച്ചിട്ട് ചിന്തിക്കുക. പോകാൻ പറ്റുമെങ്കിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. സോ ഇവിടെയുള്ള ഫീസിൻ്റെയും മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ, ഫീസൊക്കെ വർഷം ഇയർലി 25,000 രൂപയോളമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാം. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. തീർച്ചയായിട്ടും കഴിയുമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡിപ്ലോമയ്ക്ക് പോവുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐടിഐ കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ച് പോളിടെക്നിക്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ബ്രാഞ്ചിൽ അഡ്മിഷൻ എടുക്കുന്നത് എപ്പോഴും 100% യൂസ്ഫുൾ ആയിരിക്കും. മീൻസ് നിങ്ങളുടെ കരിയർ ഗ്രോത്തിലായിരുന്നാലും സാലറി ഇൻക്രിമെന്റിലായിരുന്നാലും, അതായത് പ്രൈവറ്റിലോ ഗവൺമെന്റിലോ ഏത് സെക്ടറിലായിരുന്നാലും വളരെയധികം യൂസ്ഫുൾ ആകുന്ന ഒരു കാര്യമാണ് ഹയർ സ്റ്റഡി എന്ന് പറയുന്നത്. സോ അത് തിരഞ്ഞെടുക്കാൻ കഴിയുന്നവർക്ക് വരുന്നത്. ഇതാണ് പോളി അഡ്മിഷന്റെ സൈറ്റ്. polyadmission.org എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഗൂഗിൾ ക്രോമിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു പേജ് ഓപ്പൺ ആയിട്ട് ലഭിക്കുന്നതാണ്. ഇതിനകത്ത് ആദ്യമായിട്ട് റെഗുലർ അഡ്മിഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, നടന്നിട്ടുണ്ടായിരുന്നു. ദെൻ റെഗുലർ ആയിട്ടുള്ള ലാറ്ററൽ എൻട്രി പ്രവേശനം കഴിഞ്ഞു. ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡിപ്ലോമ അഡ്മിഷൻ വർക്കിംഗ് പ്രൊഫഷണലുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സോ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട് ടൈം ആയിട്ട് 2023 24 ആയിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിരുന്നത്. അതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് എത്രയാണ്, 3 ഇയർ ആയിരുന്നു. അപ്പോൾ നമ്മൾ പലരും ഇതേ ഡിപ്ലോമ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നതായിരുന്നു. അപ്പോൾ ഞാൻ ഉൾപ്പെടെ അങ്ങനെ തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ഐടി ഉള്ളവർ, അതുപോലെ തന്നെ ഓൾറെഡി ഐടി ഒക്കെ വെച്ചിട്ട് ജോബിന് കയറിയവരൊക്കെ കാത്തിരുന്നത് ഇതേ രീതിയിലുള്ള ഒരു പാർട്ട് ടൈം ആയിട്ടുള്ള ഇതായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ത് ചെയ്തിട്ട് 2024 25 വർക്കിംഗ് പ്രൊഫഷനുകൾക്ക് ബിടെക് ഉൾപ്പെടെ വന്നതുപോലെ തന്നെ വർക്കിംഗ് പ്രൊഫഷനുകൾ എന്ന രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് എന്ത് ചെയ്യുക, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡോക്യുമെന്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ എന്ത് ചെയ്യാം, ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് അതിനകത്ത് ഞാൻ PDF സെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് പ്രോസ്പെക്ട്സ് എന്ന് പറയുന്ന PDF നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അത്തരത്തിൽ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ എല്ലാ ഡീറ്റെയിൽസും അവിടെ നിന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. ആദ്യമായിട്ട് നമുക്കിതിൻ്റെ ആപ്ലിക്കേഷൻ അയച്ചു തുടങ്ങാവുന്ന അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 14/8 മുതൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ 22/8/2024 വരെ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ലാസ്റ്റ് ഡേറ്റ് ആണ് ആപ്ലിക്കേഷൻ അയക്കാനുള്ളത്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു പ്രൊഫഷണൽ സെലക്ഷൻ ലിസ്റ്റും അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റും ഒക്കെ എന്ത് ചെയ്യും, 23/8 തന്നെ വരും. 27/8 നിങ്ങൾക്ക് ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്പീൽ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. ദെൻ 29/8 നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, റാങ്ക് ലിസ്റ്റ്, ഫൈനൽ റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ സെലക്ഷൻ ലിസ്റ്റ് വരുന്നുണ്ടാവുക. ഇനി അഡ്മിഷൻ
സെലക്ടിങ് ലിസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് 3/9 തൊട്ടടുത്ത ദിവസമായിട്ടുള്ള 4/9 തന്നെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇനി സ്പോട്ട് അഡ്മിഷൻ അതായത് അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസിയിലേക്ക് 9/9/2024 മുതൽ 13/9/2024 വരെയാണ്. അഡ്മിഷൻ ക്ലോസ് ആകുന്നത് 15/9/2024 അത്രയും വേഗത്തിലാണ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത് പോകുന്നുണ്ടാവുക. ഇനി ഇതിന്റെ ഇൻട്രൊഡക്ഷൻ പേജ് നമ്പർ 2 പ്രോഗ്രാം ഇൻസ്റ്റിറ്റ്യൂഷൻ അവിടെയുള്ള സീറ്റുകൾ പേജ് നമ്പർ 2 ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സീറ്റ് പേജ് നമ്പർ 3 ഡ്യൂറേഷൻ ഓഫ് ഡിപ്ലോമ പ്രോഗ്രാം ഓഫ് വർക്കിംഗ് പ്രൊഫഷണൽസ് അത് 7 പേജിലും പ്രോസ്പെക്ട് രജിസ്ട്രേഷൻ ഫീ ആൻഡ് ആപ്ലിക്കേഷൻ പേജ് നമ്പർ 8 എലിജിബിലിറ്റി ഫോർ അഡ്മിഷൻ പേജ് നമ്പർ 9 ജനറൽ കണ്ടീഷൻസ് പേജ് നമ്പർ 10 സെലക്ഷൻ ഓഫ് കാൻഡിഡേറ്റ്സ് എങ്ങനെ സെലക്ട് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ പേജ് നമ്പർ 13 പ്രിപ്പറേഷൻ ഓഫ് റാങ്ക് ലിസ്റ്റ് പേജ് നമ്പർ 13 ഫീസിന്റെ കാര്യങ്ങൾ പേജ് നമ്പർ 16 അനക്സിയസ് ഡൗൺലോഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കാം. ആദ്യമായിട്ട് ലിസ്റ്റ് ഓഫ് അനക്സസ് അതായത് അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യണമെന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരാം. അപ്പം അത് ഡൗൺലോഡ് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് ലിസ്റ്റ് ഓഫ് പോളിടെക്നിക്കും അവിടെയുള്ള പ്രോഗ്രാമുകളും കോഡുകളും ഉള്ളത്. പ്രോഗ്രാം ആൻഡ് കോഡ്സ് ഇവിടെ ഉണ്ട്. ദെൻ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. സോ അതുകൂടി പറഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാം അതിൻ്റെ ക്വാളിഫിക്കേഷനിലേക്ക് പോവാം. അപ്പോൾ അതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്ന് കാണിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം അതാണ്ട് ഈ സെക്കൻഡ് ഇയർ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഡിപ്ലോമ അഡ്മിഷൻ വർക്കിംഗ് പ്രൊഫഷണൽസ് എന്ന് പറയുന്ന ഈ ഒരു ലിങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ഓക്കെ. ദെൻ നമുക്ക് ഇവിടെ നിന്ന് കാര്യങ്ങളൊക്കെ പറയാം. ഞാനിപ്പോൾ കാണിച്ചു തന്ന പ്രോസ്പെക്ട്സ് എന്ത് ചെയ്യാം ഇവിടെയാണുള്ളത്. അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ദെൻ അനക്സീസ് ആൻഡ് സർട്ടിഫിക്കറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അതായത് പ്രോസ്പെക്ട്സ് അതുപോലെ ലിസ്റ്റ് ഓഫ് പോളിടെക്നിക് കോളേജ് ഡിപ്ലോമ പ്രോഗ്രാംസ് ഈ പ്രോഗ്രാംസും അവയുടെ കോഴ്സുകളും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാൻ സാധിക്കും ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ് ലിസ്റ്റ് ഓഫ് പോളിടെക്നിക് കോളേജുകളും അവിടെയുള്ള ഡിപ്ലോമ പ്രോഗ്രാംസും ആണ്. അപ്പോൾ അത് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അതാണ് അനക്സിസ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക്. സോ അതെന്ത് ചെയ്യാം നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യാൻ സാധിക്കും പോളിടെക്നിക് കോളേജുകളുടെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്ത് സെൻട്രൽ പോളിടെക്നിക് കോളേജ് വട്ടിയൂർക്കാവ് ഉണ്ടായിരിക്കും. അവിടെ സിവിൽ എഞ്ചിനീയറിംഗിന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗിന് മൂന്നിനും 30 സീറ്റുകൾ വീതം ടോട്ടൽ 90 സീറ്റുകൾ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി ശ്രീനാരായണ പോളിടെക്നിക് കോളേജിലാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ സിവിൽ എഞ്ചിനീയറിംഗ് മാത്രമാണുള്ളത് 30 സീറ്റുകൾ ഉണ്ടായിരിക്കും. ഈ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് പാല അത് കോട്ടയമാണ് വരുന്നത്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗും ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗും ഉണ്ടായിരിക്കും 30 സീറ്റുകൾ വീതമാണ് ഉള്ളത്. ഇനി പാലക്കാടുള്ള ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് പാലക്കാടിലാണെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 30 സീറ്റ് വീതം ടോട്ടൽ 60 സീറ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മലപ്പുറത്തുള്ള ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് പെരിന്തൽമണ്ണയിലാണെന്നുണ്ടെങ്കിൽ സിവിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്കിന് 30 സീറ്റുകൾ വീതം ടോട്ടലായിട്ട് 90 സീറ്റുകളാണ്. ആകെ എല്ലായിടം കൂടെ ഉള്ളത് 330 സീറ്റുകളാണ്. സോ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ ട്രേഡുമായി ബന്ധപ്പെട്ട ബ്രാഞ്ചുകളും സെലക്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. പക്ഷെ എപ്പോഴും എനിക്ക് സൗകര്യം എന്ന് പറയുന്നത് എപ്പോഴും ഈ ഒരു കോളേജ് ആയിരുന്നു. പക്ഷെ ഞാൻ നോട്ട് ചെയ്തിരുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. എനിക്ക് പക്ഷേ സിവിൽ എഞ്ചിനീയറിംഗ് എൻ്റെയിൽ 2 വർഷത്തെ ഈ ഇതുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും ഐടി ഉള്ളവർക്ക് എന്ത് ചെയ്യാം മറ്റ് ബ്രാഞ്ചുകൾ തിരഞ്ഞെടുക്കാം. പക്ഷേ നമ്മളെപ്പോഴും നമ്മുടെ കരിയറിലുള്ള ഗ്രോത്ത് ആണ് ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ബ്രാഞ്ചുകൾ തന്നെയാണ് ബെറ്റർ. അതല്ല എനിക്കൊരു ഡിപ്ലോമ മതി എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ 2 വർഷത്തെ ട്രേഡ് ഉപയോഗിച്ചുകൊണ്ട് ഏത് ബ്രാഞ്ചസും വേണമെങ്കിൽ തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് നമുക്കൊന്ന് പോവാം. ഓക്കെ. അപ്പോൾ ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽസുകൾ കൂടി നമുക്കൊന്ന് നോക്കാം. അഡ്മിഷൻ്റെ കാര്യങ്ങളും മറ്റും നോക്കാം. ഓക്കെ. ഇവിടെ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. വർക്കിംഗ് പ്രൊഫഷണൽസ് വേണ്ടിയിട്ടുള്ള ഈ ഒരു ഡിപ്ലോമ പ്രോഗ്രാമിനെ പറ്റിയിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ. പ്രോഗ്രാം, ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സീറ്റ്. ദ പ്രോഗ്രാം ഷാൾ ബി ഓഫ് 2 ഇയേഴ്സ് അഥവാ 4 സെമസ്റ്റർ ഡ്യൂറേഷൻ ആൻഡ് ഷാൾ ബി കണ്ടക്റ്റഡ് ഡ്യൂറിംഗ് ഈവനിംഗ് ഓർ എനി ഫ്ലെക്സിബിൾ കൺവീനിയന്റ് ടൈമിംഗ് ഇൻ അലൈൻമെന്റ് വിത്ത് ടൈമിംഗ് ഓഫ് ഇൻഡസ്ട്രി ഓർ ഓർഗനൈസേഷൻ. ദ ടൈമിംഗ് ഓഫ് ദ ക്ലാസ്സസ് ഷാൾ ബി ഡിസൈഡ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പം ആ ഏത് സമയം ഈവനിംഗ് ആയിട്ടായിരിക്കും അപ്പോൾ സമയം അതായത് എപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് എപ്പോൾ കഴിയുമെന്നുള്ള സമയം ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും ഡിസൈഡ് ചെയ്യുന്നുണ്ടാവുക. 2 വർഷമാണ് 4 സെമസ്റ്ററുകളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. സോ അതിൻ്റെ പോളിടെക്നിക് കോളേജുകളും അവിടെയുള്ള സീറ്റുകളുടെ വിവരങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടു. ഈ ഒരു PDF-നകത്ത് ഉണ്ടായിരിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പം ആദ്യമായിട്ട് ഗവൺമെന്റ് സീറ്റുകളുടെ ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ
നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് എ എന്ന് പറയുന്നത് ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സണൽസ് ഉള്ളതാണ്. സോ അതിൻ്റെ കാര്യങ്ങൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ച് നോക്കാവുന്നതാണ്. ഗ്രൂപ്പ് ബി എന്ന് പറയുന്നത് എന്താണ്, ഗവൺമെന്റ് ക്വാട്ട സീറ്റ് ആണ്. സോ അതെന്ന് പറയുന്നത് ഫോർ എംപ്ലോയീസ് വർക്കിംഗ് ഇൻ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്, ബോർഡ്സ്, കോർപ്പറേഷൻ, കമ്പനീസ് അണ്ടർ സ്റ്റേറ്റ് ഗവൺമെന്റ്, ഗവൺമെന്റ് എയ്ഡഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, സ്റ്റേറ്റ് ക്വാസി ഗവൺമെന്റ് ഓഫ് എലിജിബിൾ ഫോർ ദിസ് ക്വാട്ട സീറ്റ് 25% of the seat available. Each program reserved for the employees as mentioned above. Admission to this seat shall be done based on the rank from among the candidates meeting the eligibility requirement. Candidate have produced no objection certificate from the employer of the time of admission. സോ അപ്പം ജസ്റ്റ് ഇങ്ങനെയുള്ള എംപ്ലോയിങ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് 25% സീറ്റുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ സെലക്ഷൻ എങ്ങനെയായിരിക്കും എന്നുള്ള മാർക്കിൻ്റെ ബേസിലൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളിനി വഴിയെ പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ അടുത്ത ആൾക്കാർ കാത്തിരിക്കുന്ന ഒന്ന് തന്നെയാണ് ഗ്രൂപ്പ് സി ഉണ്ട്, NCVT, SCVT, KGC അഥവാ ITL മൊത്തത്തിലുള്ള പറയുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അത് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ എന്താണ്, 2 ഇയർ കോഴ്സ് ആയിരിക്കണം, മെട്രിക് കോഴ്സസ് ആയിരിക്കണം. 10ാം ക്ലാസ് പാസ്സായതിനു ശേഷം, അതായത് 10ാം ക്ലാസ് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ വെൽഡർ, ഷീറ്റ് മെറ്റൽ, പ്ലംബർ, ട്രേഡൊക്കെ എന്ന് പറഞ്ഞാൽ നോൺ മെട്രിക് ആണ്. അതായത് അത് 10 ജയിക്കാത്തവർക്കും എടുക്കാനായിട്ട് സാധിക്കുമായിരുന്നു. മാത്രമല്ല 1 വർഷത്തെ ഡ്യൂറേഷനാണ്. അപ്പോൾ അത്തരത്തിലുള്ള കോഴ്സുകൾക്കൊന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. 2 വർഷം ഡ്യൂറേഷനുള്ള ട്രേഡുകൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ അടുത്തെന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഡി ആണ്. ഈ പറയുന്ന ഗ്രൂപ്പ് ഡി എന്ന് പറയുമ്പോഴത്തേക്കിനും അവിടെ ഈ പറയുന്ന 3 എണ്ണത്തിലും ഫില്ലാവാത്ത വേക്കൻസി കൂടി ഈ 4ാമത്തേതിനകത്ത് പരിഗണിക്കും. അത് ജനറൽ മെറിറ്റ് ആൻഡ് കമ്മ്യൂണിറ്റി റിസർവേഷൻ ആണ്. റിമൈനിങ് സീറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ഫോർ കാൻഡിഡേറ്റ് ബേസ്ഡ് ഓൺ ദ റാങ്ക് ഫ്രം എമംഗ് ദ കാൻഡിഡേറ്റ്സ് മീറ്റിംഗ് എലിജിബിലിറ്റി റിക്വയർമെന്റ്. ദ ഗ്രൂപ്പ് ഡി സീറ്റ് ഷാൾ ബി ഫില്ലഡ് ഫോളോയിങ് മാനർ. ഓക്കെ, സോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ ഇനി എങ്ങനെയാണ് ആ സീറ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ പറയുന്നുണ്ട്. റിസർവേഷൻ സീറ്റ്, ജനറൽ മെറിറ്റ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, ആ കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ കിട്ടും. കാരണം ഇത് എന്താ പറയുക, ഈവനിങ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരുപാട് ആളുകൾ വന്ന് എന്ത് ചെയ്യുന്നുണ്ടാവില്ല, ഇതിലേക്ക് അഡ്മിഷൻ സാധാരണ രീതിയിൽ അങ്ങനെ കൊടുക്കാറില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ കുറഞ്ഞ കോളേജുകളിൽ മാത്രം ഇത്തരത്തിലുള്ളത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഡ്യൂറേഷൻ ഓഫ് ഡിപ്ലോമ പ്രോഗ്രാംസും വർക്കിംഗ് പ്രൊഫഷണൽസ് കൊണ്ടുള്ളത് ഓൾറെഡി ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അതിവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ നമുക്ക് ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 അല്ലെങ്കിൽ VHSCയിൽ സയൻസ് സബ്ജക്റ്റുകൾ പഠിച്ചവർക്ക് ഇതിനകത്തേക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ പറയുന്ന സെക്കൻഡ് ഇയർ 2 വർഷത്തെ ITA പ്രോഗ്രാമുകൾ പഠിച്ചവർക്കും കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവർക്ക് 1ാം വർഷത്തെ കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് +2 അല്ലെങ്കിൽ VHSC കഴിഞ്ഞവർക്ക് ചില സബ്ജക്റ്റുകൾ ഉണ്ടായിരിക്കും. ഇനി ITA അല്ലെങ്കിൽ IT കഴിഞ്ഞവർക്ക് മറ്റ് ചില സബ്ജക്റ്റുകളും ആയിരിക്കും. അവർക്ക് എക്സ്ട്രാ എഴുതിയെടുക്കേണ്ടതായിട്ട് വരും. അതെന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ അതിൻ്റെ വിഷയങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ സാധിക്കും, അതും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഏതൊക്കെ സബ്ജക്റ്റുകളാണ് എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെന്ന് പറഞ്ഞാൽ ടൈമിംഗ് ആൻഡ് മോഡ് ഓഫ് സ്റ്റഡി ഡിപ്ലോമ വർക്കിംഗ് പ്രൊഫഷൻസ് എന്നുള്ളതാണ്. സോ അതിൻ്റെ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, വായിച്ച് നോക്കിയതിന് ശേഷം തീരുമാനിക്കാവുന്നതാണ്, പോകണോ വേണ്ടയോ എന്നുള്ളത്. അഡ്മിഷൻ്റെ എലിജിബിലിറ്റിയെക്കുറിച്ചും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനെ കുറിച്ചിട്ടും ഒക്കെ തന്നെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് +2ൽ ഈ പറയുന്ന ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രോഗ്രാംസിൽ പങ്കെടുക്കാൻ പറ്റും. ഫിസിക്സ്, മാത്സ് മാത്രം പഠിച്ചവർക്ക് അവിടെ പറയുന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റും. അതെന്ത് ചെയ്യാൻ നോക്കാം. അതിൻ്റെ കോഴ്സുകളുടെ മറ്റേ ആനക്സേഴ്സ് നമുക്ക് മറ്റേടത്ത് നിന്ന് ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. ഇനി സെലക്ഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളിലേക്ക്, നമുക്ക് സെലക്ഷൻ മെത്തേഡ് എങ്ങനെയാണ് എന്നുള്ളൊരു കാര്യങ്ങളിലേക്ക് കൂടി എന്ത് ചെയ്യാം, നോക്കാം. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലക്ഷൻ കാൻഡിഡേറ്റ് +2 അല്ലെങ്കിൽ ഈക്വലന്റ് VHSC കാൻഡിഡേറ്റിനാണെന്നെങ്കിൽ സെലക്ഷൻ ഷാൾ ബി ഡൺ ബേസ്ഡ് ഓൺ ദ ഇൻഡെക്സ് സ്കോർ കാൽക്കുലേറ്റ് ആസ് ഫോളോസ്. അതായത് ഇൻഡെക്സ് സ്കോർ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ സ്കോർ ഇൻ ദ +2 ഓർ VHSC ഈക്വൽ, അതായത് കിട്ടിയ ടോട്ടൽ മാർക്കിൻ്റെ പെർസെൻറ്റേജ് ആയിരിക്കും. ഇനി 2 വർഷത്തെ കോഴ്സ് NCVT, SCVT, KGC കഴിഞ്ഞവർക്കാണെന്നുണ്ടെങ്കിൽ അവിടെയും ആകെ കിട്ടിയ മാർക്കിൻ്റെ ടോട്ടൽ പെർസെൻറ്റേജ് കണക്കാക്കിക്കൊണ്ടായിരിക്കും അഡ്മിഷൻ എന്ന് പറയുന്നത്. ദ കാൻഡിഡേറ്റ് ഹു ഹാവ് പാസ്ഡ് 2 ഇയർ കോഴ്സസ് NCVT, SCVT, KGC വിൽ ബി കൺസിഡേർഡ് ദ അഡ്മിഷൻ എനി ബ്രാഞ്ച് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഓക്കെ, അപ്പം അത് കഴിഞ്ഞവർക്ക് ഏത് ബ്രാഞ്ചിലേക്കും സെലക്ഷന് അർഹതയും ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇനി റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങൾ, റാങ്ക് ലിസ്റ്റ്
ൻ്റെയും അഡ്മിഷൻ്റെയും കാര്യങ്ങൾ, അഡ്മിഷൻ പ്രൊസീജിയറുകൾ എല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വായിക്കാം, മനസ്സിലാക്കാം. ഇനി ഫീസിൻ്റെ കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ക്ലോസ് ചെയ്യാം. അഡ്മിഷൻ ഫീ എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളാണെന്നുണ്ടെങ്കിൽ അഡ്മിഷൻ ഫീ ആടെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് 1000 രൂപ. അതുപോലെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഫീ എന്ന് പറഞ്ഞിട്ട് ഓരോ സെമസ്റ്ററിലും ബിഗിനിങ് ചെയ്യുന്ന സമയത്ത് 650 വീതം. ട്യൂഷൻ ഫീ ആയിട്ട് ആനുവലി 25,000 രൂപ ഉണ്ടായിരിക്കും. സ്പെഷ്യൽ ഫീ എന്ന് പറഞ്ഞിട്ട് 1800 രൂപ വർഷം ഉണ്ടായിരിക്കും. ദെൻ സ്പെഷ്യൽ ഫീ PD പോർഷൻ എന്ന് പറഞ്ഞിട്ട് 1250 രൂപ വർഷം ഉണ്ടായിരിക്കും. സ്റ്റുഡൻറ് അഡ്മിറ്റേഴ്സ് ഫീ എന്ന് പറഞ്ഞിട്ട് 500 രൂപ ഇയറിൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ കോഷൻ ഡെപ്പോസിറ്റ് ആയിട്ട് 500 രൂപ എന്താ പറയുക അഡ്മിഷൻ ടൈമിലുണ്ടായിരിക്കും. ദെൻ നമ്മൾ സെൽഫ് ഫിനാൻസിങ് കോളേജിലാണെന്നുണ്ടെങ്കിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അഡ്മിഷൻ സമയത്ത് 2500 ആവുന്നുണ്ട്. പിന്നെ ട്യൂഷൻ ഫീ എന്ന് പറയുന്നത് ഗവൺമെൻറ് സീറ്റുകൾക്കാണെന്നുണ്ടെങ്കിൽ 25,000 ആണ് വർഷത്തിലുള്ളത്. ട്യൂഷൻ ഫീ മാനേജ്മെൻറ് സീറ്റുകൾക്കാണെന്നുണ്ടെങ്കിൽ 37,500 ആണ് ആനുവലി ഉള്ളത്. സ്പെഷ്യൽ ഫീ 2,500 ആനുവലി ഉണ്ടായിരിക്കും. നമ്മൾ പെർമനന്റ് രജിസ്റ്റർ നമ്പർക്ക് വേണ്ടിയിട്ട് 2000 രൂപ ഉണ്ടായിരിക്കും. ദെൻ കോഷൻ ഡെപ്പോസിറ്റ് ഇവിടെ കുറച്ച് കൂടുതലാണ്. അതായത് കോഷൻ ഡെപ്പോസിറ്റ് ഓഫ് RS 5000 ആൻഡ് റീഫണ്ടബിൾ ഡെപ്പോസിറ്റ് ആയിട്ട് 16,000 നമ്മൾ അഡ്മിഷൻ സമയത്ത് കൊടുക്കേണ്ടി വരും. സോ ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഫീൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. സോ വർക്കിംഗ് പ്രൊഫഷണൽസുകൾക്ക് വേണ്ടിയിട്ടാണ്, ഈവനിംഗ് ആയിട്ടാണ് ഈ ഒരു ബാച്ച് ഇരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഫീസ് നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് വരും. ഗവൺമെൻറ് ആണെന്നുണ്ടെങ്കിൽ പോലും നല്ലൊരു ഫീസ് ആകും. കാരണം വർക്കിംഗ് പ്രൊഫഷണൽസ് ഈവനിംഗ് അത്രയും റിസ്ക് എടുത്തുകൊണ്ട് നടത്തുന്ന പ്രോഗ്രാമുകളാണിത്. അതല്ലാതെയും ഉള്ള ലാറ്ററൽ എൻട്രി പ്രോഗ്രാമുകൾ ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. അതിൽ ഇത്രയൊന്നുള്ള ഫീസുകളോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പം അത്യാവശ്യം കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധിച്ചു എന്നാണ് വിശ്വാസം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ PDF ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, എത്രയും വേഗത്തിൽ തന്നെ താല്പര്യപ്രകാരം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നല്ലൊരു മികച്ച അവസരം തന്നെയാണ്. മാക്സിമം പ്രയോജനപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.